ജിമ്മി ജീൻ ലൂയി, ആടുജീവിതത്തിലെ ഇബ്രാഹിം ഖാദിരി. നജീബിന് അയാൾ സ്വർഗത്തിൽ നിന്നെത്തിയ പ്രവാചകനാണ്. ഹക്കീമിന് അയാൾ സുഹൃത്തും രക്ഷകനും. ഹക്കീമിന്റെ മസ്രയിൽ പണിക്ക് വന്ന നല്ല നീളവും അതിനൊത്ത തടിയുമുള്ള കരുതൻ. മരുഭൂമിയിൽ കുരുത്ത ഒരു വടവൃക്ഷത്തെ പോലെയുള്ള ഇബ്രാഹിം ഖാദിരി ഒറ്റനോട്ടത്തിൽ മൂസ നബിയുടെ കാലത്ത് നിന്ന് ഇറങ്ങി വന്ന പ്രവാചകനെ പോലെ എന്നാണ് ഇബ്രാഹിം ഖാദിരിക്ക് ബെന്യാമിൻ നൽകിയ വിശേഷം. വായനക്കാരുടെ സങ്കല്പങ്ങളിലെ ഇബ്രാഹിം ഖാദിരിയെ അതേപോലെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ആടുജീവിതത്തിലെ ഇബ്രാഹിം അഥവാ സൊമാലിയ ദേശക്കാരനായ ആഫ്രിക്കൻ വംശജൻ ജിമ്മി ജീൻ ലൂയി. ജിമ്മി ജീൻ ഒരു അഭിനേതാവ് മാത്രമല്ല, നജീബിന്റെയും ഹക്കീമിന്റെയും അതിജീവനത്തിനായി സ്വന്തം ഉയിര് കൊടുത്ത് ഒപ്പം നിന്ന ഇബ്രാഹിമിനെ പോലെ തന്റെ നാടിന്റെ അതിജീവനത്തിനായി എല്ലാം മറന്ന് നിലകൊള്ളുന്ന മനുഷ്യ സ്നേഹി കൂടിയാണ്. കരീബിയൻ പ്രവിശ്യയായ ഹെയ്റ്റിയിലെ ജനതയ്ക്ക് വേണ്ടി ലോകത്തിനു മുന്നിൽ ശബ്ദമുയർത്തുന്ന പോരാളി. 2014 പ്രസിഡന്റ് മൈക്കൽ മാർട്ടലി ഹെയ്റ്റിയുടെ അംബാസിഡറായി പ്രഖ്യാപിച്ച ജിമ്മി നോളിവുഡിനെ ലോക സിനിമയ്ക്ക് മുന്നിലെത്തിച്ച താരങ്ങളിൽ ഒരുവനാണ്. NBC ടെലിവിഷൻ സീരീസ് ആയ ഹീറോസിലെ ഹേഷ്യൻ കഥാപാത്രമായാണ് ജിമ്മി പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. ആഫ്രിക്കൻ സിനിമകളിൽ നിറസാന്നിധ്യമായ ജിമ്മി ആഫ്രിക്കൻ സിനിമാ ഇൻഡസ്ട്രിയുടെ ഭാഗ്യനായകനായി മാറി. 2006 പുറത്തിറങ്ങിയ അമേരിക്കൻ കോമഡി സിനിമ ഫാറ്റ് ഗേൾസിലെ നൈജീരിയൻ ഡോക്ടറായി എത്തിയ ജിമ്മി തന്നെ ഹോളിവുഡിന് പരിചയപ്പെടുത്തുമ്പോൾ ഹെയ്റ്റിയുടെ നായകനായി മാത്രമല്ല, ആഫ്രിക്കൻ സിനിമയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ പാരീസിലേക്ക് ചേക്കേറിയ താരത്തിന്റെ സ്വപ്നം മോഡലിംഗ് ആയിരുന്നു. തുടർന്ന് നിരന്തരമായ പ്രയത്നത്തിലൂടെ കൊക്കക്കോളയുടെ അടക്കം നിരവധി ബ്രാൻഡുകളുടെ പരസ്യ മോഡലായി സ്പെയിനിലും ഇറ്റലിയിലും സൗത്ത് ആഫ്രിക്കയിലും ന്യൂയോർക്കിലും ലണ്ടനിലും പാരീസിലും തിളങ്ങി. ശേഷം ഹോളിവുഡിലേക്ക്. തന്റെ ഉള്ളിലെ കലാകാരനെ, അഭിനേതാവിനെ തിരിച്ചറിഞ്ഞത് പാരീസിൽ വന്നതിന് ശേഷമായിരുന്നുവെന്ന് ജിമ്മി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2010 ഹെയ്റ്റിയെ പിടിച്ചുകുലുക്കിയ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. 3 ലക്ഷത്തിലധികം പേരുടെ ജീവനെടുത്ത ദുരന്തമായിരുന്നു അത്. സ്വന്തം നാടിനുണ്ടാകുന്ന ദുരന്തത്തിൽ പങ്കുചേരുക മാത്രമല്ല ജിമ്മി അന്ന് ചെയ്തത്, ആ നാടിന്റെ അതിജീവന ശ്രമങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചു. ജിമ്മിയുടെ ഇടപെടൽ വാർത്തകളായി. ദുരന്തത്തിൽ ആ നാടിനുണ്ടായ യഥാർത്ഥ നഷ്ടം ലോകമറിയുന്നത് ജിമ്മിയുടെ കൂടി ഇടപെടലിലാണ്. സ്വന്തം വീടും ബന്ധുക്കളും അപ്പോഴേക്കും ആ ദുരന്തത്തിലൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. ഹോളിവുഡ് യുണൈറ്റഡ് ഫോർ ഹെയ്റ്റി എന്ന തന്റെ ജീവകാരുണ്യ സംഘടനയിലൂടെ ദ്വീപിലെ നിരാലംബരായ യുവാക്കൾക്ക് കായിക സാംസ്കാരിക വിദ്യാഭ്യാസം നൽകുന്നതിനായി അദ്ദേഹം പ്രവർത്തിച്ചു. മാത്രമല്ല, ഭൂകമ്പത്തിൽ ജനങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി ജിമ്മിയോടൊപ്പം ഒരു വലിയ കൂട്ടം തന്നെ ക്യാമ്പയിനുകൾ നടത്തി. അതിലൊന്നായിരുന്നു 2010 കാനഡയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ഗെയിംസിൽ മൈക്കൽ ജാക്സന്റെ പ്രശസ്ത ഗാനം വി ആർ ദ വേൾഡ് ഹെയ്റ്റിക്ക് വേണ്ടി റീമേക്ക് ചെയ്ത് പാടിയ ക്യാമ്പയിൻ. ഹെയ്ഷ്യൻ കുട്ടികൾക്കായുള്ള പാൻ അമേരിക്കൻ ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ അംബാസിഡറായ ജിമ്മി ജീൻ 2010 അവർക്ക് വേണ്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിൽ സംസാരിച്ചു. തുടർന്ന് 2014 ഹെയ്റ്റി എന്ന ചെറിയ വലിയ തന്റെ നാടിന്റെ അംബാസിഡറായി ജിമ്മി ജീൻ മാറിയത്. മികച്ച നടനായി ആഫ്രിക്കൻ മൂവി അക്കാദമി പുരസ്കാരം 1-ലധികം തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2015 പുറത്തിറങ്ങിയ ജോയ്, ആഫ്രിക്കൻ മൂവി അക്കാദമി പുരസ്കാരം ലഭിച്ച റാറ്റിൽ സ്നേക്ക്, ദ കേഴ്സ് വൺ, ക്ലൗസ് എന്നിങ്ങനെ നീളുന്നു ജിമ്മി ജീൻ ലൂയിയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. അഭിനേതാവ് എന്ന നിലയിൽ നോളിവുഡിനെയും മനുഷ്യസ്നേഹി എന്ന നിലയിൽ സ്വന്തം രാജ്യത്തെയും വംശത്തെയും ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ച ജിമ്മി ആടുജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ അത് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും അഭിമാന നിമിഷമാണ്. ഹക്കീമും നജീബും ജീവനോടെ മരുഭൂമി താണ്ടി ജീവിതത്തിലേക്ക് കടക്കുക എന്നത് ഇബ്രാഹിമിന്റെ കൂടി ഉത്തരവാദിത്തമായിരുന്നു. ഹക്കീമിനെ രക്ഷിക്കാൻ കഴിയാഞ്ഞതിന്റെ നിരാശയും വേദനയും തന്നെ തളർത്തിയെങ്കിലും നജീബിനെ മരണത്തിന്റെ മരുക്കയത്തിൽ വിട്ടയക്കാതെ അന്ത്യത്തോടടുക്കുന്ന ജീവനെ തോളിലേന്തി ഇബ്രാഹിം നടന്നു. ഒരുപക്ഷെ ആദ്യമായാകും ഒരു നോളിവുഡ് നടന്റെ പെർഫോമൻസിൽ സാധാരണക്കാരായ മലയാളി പ്രേക്ഷകരിൽ നിന്ന് തിയേറ്ററിൽ കയ്യടികൾ ഉയരുന്നത്. ആ പൊൻതൂവൽ നജീബിന്റെ പ്രവാചകനായ, മലയാള സിനിമയുടെ ഇബ്രാഹിമായ, ഹെയ്റ്റിയുടെ അഭിമാനമായ ജിമ്മി ജീൻ ലൂയിക്കിരിക്കട്ടെ.